ഹലോ ആൻഡ് വെൽക്കം ടു പേർഷ്യൻ മലയാളി. ഇന്ന് രാവിലെ ഒരു നല്ല മഴ ദിവസമാണ്. ഞാൻ രാവിലെ നേരത്തെ എണീറ്റു. പിന്നെ അമ്മയും രാവിലെ എണീറ്റു. അമ്മ രാവിലെ തന്നെ അമ്പലത്തിൽ പോയി വന്നു. എനിക്കൊക്കെ വേണ്ടി, എനിക്കും പെണ്ണും ഞങ്ങൾക്ക് എല്ലാവർക്കൊക്കെ വേണ്ടി അമ്മ പ്രാർത്ഥിക്കാൻ പോയത്, എൻ്റെ ആങ്ങളയ്ക്കും എല്ലാം വേണ്ടി. അപ്പം എന്നിട്ട് അമ്മ എനിക്ക് ഒരു ചരടൊക്കെ ജപിച്ചുകൊണ്ട് കെട്ടി. ബിക്കോസ് എപ്പോഴും തലവേദനയൊക്കെ ആയതുകൊണ്ട് ചരടൊക്കെ ജപിച്ചുകൊണ്ട് കെട്ടി. ഇന്ന് രാവിലെ അപ്പം ഞാൻ പോയില്ല കേട്ടോ, അമ്മ മാത്രമേ പോയുള്ളൂ. അപ്പോൾ രാവിലെ എനിക്ക് എന്താ പറയുക, വെള്ളത്തിലിടുന്ന കോഴിക്കട്ട എന്ന് പറഞ്ഞല്ലോ, മധുരമുള്ളതല്ല, സാധാ ഈ നമ്മുടെ അരിയൊക്കെ കൂത്ത് വെച്ച് അരച്ചുണ്ടാക്കുന്ന കോഴിക്കട്ട ഉണ്ടല്ലോ, അതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അമ്മ അമ്പലത്തിൽ പോയിട്ട് എത്തിയിട്ടുണ്ട്. അമ്മേനെ അത് ഉണ്ടാക്കാൻ പോകുക. ഇത് ഞങ്ങളുടെ വീടിൻ്റെ ബാക്ക് ഭാഗമാണ്. ഇവിടെ നല്ല കിളിയുടെ ശബ്ദമൊക്കെ ഉണ്ടായിരുന്നു. അതാണ് ഞാനിവിടെ വന്ന് നിന്ന്. പക്ഷെ എനിക്ക് തോന്നുന്നു എൻ്റെ ശബ്ദം കേട്ടപ്പോൾ കിളിയുടെ ശബ്ദം അങ്ങ് നിർത്തി. സോ നമുക്ക് കാണാമേ അമ്മ എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത്. ഗുഡ് മോർണിംഗ് അമ്മ. മോർണിംഗ്. അമ്മ എവിടെ പോയി ചേരാ രാവിലെ? ഞാൻ രാവിലെ ഒന്ന് അമ്പലത്തിൽ പോയി. ഞങ്ങളുടെ അടുത്തൊരു ദേവീക്ഷേത്രം, അവിടെ പോയി. ചെറുപ്പുഴയ്ക്കാട്ട് ദേവീക്ഷേത്രം ചെറിയ ചെറിയ പൂജയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്ത് വന്നു. ഇനിയും കൊഴുക്കട്ട ഉണ്ടാക്കാൻ പോവുകയാണ്. കൊഴുക്കട്ട ഉണ്ടാക്കാനുള്ള അരി ചുവന്നരി കുതിർത്ത് വെച്ചിരുന്ന അരിയാണ്. രാത്രിയിൽ ഇച്ചിരി ഉപ്പും ജീരകവും തേങ്ങയും എല്ലാം കൂട്ടി നല്ലതായിട്ട് അരച്ചെടുക്കും. വെള്ളം അധികരുത്. പിന്നെ നല്ല വെള്ളം നല്ലതായിട്ട് തിളച്ചിട്ട് അതിനെ ഉരുട്ടിയിട്ട് ഇത് വേകുമ്പോൾ എടുത്തിട്ട് അതിൻ്റെ വെള്ളം കുടിക്കാനാണ് ഏറ്റവും ടേസ്റ്റ്. അത് ശ്രമിക്കുകയാണ്. ചിലപ്പോൾ കുറച്ച് വെള്ളത്തിലങ്ങ് അലിഞ്ഞു പോവും. അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഞാനിപ്പോൾ ഒന്ന് മിക്സിയിൽ അതിനെ ഒന്ന് അരയ്ക്കാൻ പോവുകയാണ്. പൊടിക്കും. എന്നിട്ട് ശകലം വെള്ളം ഒന്ന് തളിച്ചരിക്കും. അല്ലേ ഉള്ളിൽ ഇത്തിരി വെള്ളം വെച്ചാൽ പിന്നെ അത് കോഴിക്കട്ട ഉരുളത്തില്ല. കോഴിക്കട്ടയാവില്ലല്ലോ. അത് വെച്ച് പിഴിഞ്ഞെടുക്കും. ഇതല്ല ടേസ്റ്റ്. ഇതാ ടേസ്റ്റ്. ശകലം വെള്ളം ഒഴിച്ചതൊക്കെ ഇച്ചിരി പാടാണ്. ചിലപ്പോൾ മിക്സി അങ്ങ് മൂളും മിക്സി. പണ്ട് ഈ കോഴിക്കട്ട ഇങ്ങനെ കല്ലേലല്ലേ? അരകല്ലേൽ, പിന്നെ ആട്ടുകല്ലേൽ. കുഴപ്പമില്ല. മാവ് അരച്ച് ഇനി തേങ്ങയൊക്കെ ചേർക്കണ്ടേ? നീ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ തേങ്ങ സെപ്പറേറ്റ് അരയ്ക്കാൻ വിചാരിച്ചത്. ഞാൻ അമ്മ പറഞ്ഞു തന്നെയല്ലേ ഞാൻ ഉണ്ടാക്കാൻ പഠിച്ചേ. അല്ല, നീ ഇപ്പൊ തേങ്ങ സെപ്പറേറ്റ് അല്ലേ അരയ്ക്കും? സെപ്പറേറ്റ്. ഞാൻ തേങ്ങയും കൂടെ മിക്സ് ചെയ്ത് അരച്ചു. നീ അങ്ങനെ നോക്കാൻ പറ്റും. മിക്സി അവിടെ ഇടിയാലും തേങ്ങ അരയ്ക്കണം. അയ്യോ, കോഴിക്കട്ടക്കുള്ള അരി കുഴച്ച് എടുക്കുക. മിക്സിയിലൊക്കെ അരയാൻ ഇച്ചിരി പാടായി. അരി ഇങ്ങനെ നമ്മൾ കുതിർത്ത് അരച്ചെടുക്കുമ്പോൾ പശപ്പം പോലെ അങ്ങാവും. അങ്ങനെ അമ്മ തേങ്ങ തിരുമ്മാണ്, അരയ്ക്കാനുള്ള തേങ്ങ. നിങ്ങളുടെ വർക്ക് ഏരിയ, നിങ്ങളുടെ അടുക്കള അവിടെയാണ്. ഈ സ്റ്റോർ റൂമാണ് ചെറിയത്. ഇവിടെയാണ് തേങ്ങ തിരുമുന്നത്. അങ്ങനെ അമ്മ തേങ്ങയൊക്കെ അരച്ചിട്ട് അരച്ചില്ല, തിരുമ്മിയിട്ട്. സോറി. ഇനി തേങ്ങയ്ക്കകത്ത് എന്തൊക്കെ ഇടും? എന്തിടാൻ? ജീരകം നമ്മൾ നേരത്തെ ഇട്ടല്ലോ. ജീരകം നേരത്തെ ഇട്ടോ അരിയില്? തേങ്ങയും ജീരകവും അരി, പുഴുക്കലരി കുതിർത്തതുമാണ് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ്. ആൻഡ് ഉപ്പ്. അങ്ങനെ തേങ്ങ അരച്ചെടുത്തു. തേങ്ങയും ജീരകവും
അരിയും. മിക്സ് ചെയ്യും. ഇനി എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കുക. അമ്മ പറയുന്നതിൽ മിശ്രിതം ഉണ്ടാക്കുക. മിക്സ്ചർ. അത് തേങ്ങ ഇപ്പം താഴെ പോകും സൈഡിൽ. എന്താ തന്നെ എന്താണെന്നറിയാം, ഈ അരിക്ക് ഭയങ്കര കട്ടി. റെഡി ആയിക്കൊണ്ടിരിക്കുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇമാതിരി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കാൻ ഇച്ചിരി പാടാ അല്ലേ? പിന്നെ ഭയങ്കര ഉപ്പാണ് അമ്മ ഇച്ചിരി ഇട്ടിട്ട് നോക്കുന്നുണ്ടോ? മതി പോ, ഒത്തിരി ആയാലേ. നീ വെള്ളം തിളപ്പിക്കാൻ വെക്കുക. നല്ലതായിട്ട് തിളച്ചിട്ട് വേണം ഇതിലിടാൻ. കൊഴുക്കട്ട ഉരുട്ടി ഉരുട്ടി വെക്കുക. ഇതിനകത്ത് ഇടാൻ, വെള്ളത്തിൽ തിളയ്ക്കുമ്പോൾ ഇടാൻ. എൻ്റെ അമ്മ എനിക്ക് ഞങ്ങൾക്കൊക്കെ ഇങ്ങനെ കൊഴുക്കട്ട ഉണ്ടാക്കി തരുമായിരുന്നു. അതിൻ്റെ വെള്ളവും കുടിക്കും, നല്ല ടേസ്റ്റാണ്. ഇപ്പം അങ്ങനെയൊന്നും ആകുകയില്ല, എങ്കിലും കുറേയൊക്കെ വെള്ളത്തിലും അങ്ങ് അലിഞ്ഞു പോകുന്നു. ഈ അരിയൊന്നും ശരിയാവുന്നില്ല അത്രത്തോളം. അമ്മയൊക്കെ കല്ലിലരയ്ക്കുന്ന, അരകല്ലിൽ. നമുക്ക് അരകല്ലിൽ അരയ്ക്കാനുള്ള ആരോഗ്യമില്ല, അതുകൊണ്ട് മിക്സിയിലിട്ട് നോക്കും. അപ്പം അത് അത്ര ശരിയാവില്ല. എന്നാലും നമ്മളൊന്ന് ശ്രമിക്കുക. രുചിക്ക് വ്യത്യാസമൊന്നുമില്ല, പക്ഷെ കുറേ വെള്ളത്തിൽ പോവും. ഇതിൻ്റെ വെള്ളം കുടിക്കാനല്ല ടേസ്റ്റ്. അതിൻ്റെ വെള്ളത്തിന് ഭയങ്കര ടേസ്റ്റാണ്. അത് വെള്ളമേ കുടിക്കാൻ കാണും, കുറേയൊക്കെ അങ്ങ് അലിഞ്ഞു പോവുക. എന്താണോ എനിക്കറിയില്ല. എൻ്റെ മോനുണ്ടായിരുന്നു ഒരു പ്രശ്നമില്ല, എന്തുമാത്രം ഉണ്ടാക്കുമായിരുന്നു അന്ന്. അവിടെ ഏതായിരുന്നു മേടിച്ചത്? ഇത് ചുമന്നരി തന്നെ, പക്ഷെ അന്നേരം അവിടെ നല്ല ഒന്നാന്തരം കൊഴുക്കട്ട. ഇത് ശരിയാവുമെന്ന് ശ്രമിക്കുക. അങ്ങനെ വിശ്വസിക്കുന്നു. ദൈവമേ ശരിയാവണേ, അലിഞ്ഞു പോവരുത്. ദൈവത്തിനെ വിളിച്ചോണ്ട് കൊഴുക്കട്ട ഉണ്ടാക്കും. ഈ ആവി കൊഴുക്കട്ട തിന്ന് മടുത്തു, അതുകൊണ്ടാണ് ഇങ്ങനെ ഇനി ഒന്ന് നോക്കാം. പഞ്ചസാര ഇടുന്നില്ലല്ലോ ഇതിന്, പഞ്ചസാര വേണ്ട. ചിലർ പഞ്ചസാര ഇട്ടു, പഞ്ചസാര ഇട്ടാ തിന്നുന്നേ ഉള്ളൂ. അങ്ങനെ മൊത്തം ഉരുട്ടി എടുത്തിട്ടുണ്ട് നല്ല കൊഴുക്കട്ട. ഇനി ഇത് തിളയ്ക്കുമ്പോൾ നല്ല തിളച്ച അളവിലിടണം അല്ലേ മേ? നല്ല തിളച്ച വെള്ളം ഇടണം. തിളച്ചില്ലേ? നല്ല വെട്ടി തിളച്ചില്ലേ? തിളച്ചു. ഇങ്ങനെ നല്ല വെട്ടി തിളയ്ക്കണം. നാലും തിളച്ചോട്ടെ. നീയും തിളയ്ക്കണം. ഇത് കൂടുതൽ വെള്ളം തിളയ്ക്കത്തില്ല. അങ്ങനെ ഓരോരോ കൊഴുക്കട്ടകൾ ഉള്ളിലേക്ക് വീഴുവാണ് വെള്ളത്തിൻ്റെ. ഇതിൻ്റെ റിസൾട്ട് എന്തായി വരുമെന്ന് തിളച്ച് വരുമ്പോൾ അറിയാം. പതിയെ സ്ലോലി. കഴിഞ്ഞു. ഇനി എല്ലായിട്ടൊക്കെ വന്നാൽ മതി. അങ്ങനെ താണ്ട് കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട് ഓൾമോസ്റ്റ്. കുറച്ചൊക്കെ ഒന്ന് അലിഞ്ഞ് പോയിട്ടുണ്ട് കേട്ടോ, കുറച്ചൊക്കെ ഒരു ഷേപ്പ് വ്യത്യാസമൊക്കെ ഉണ്ട്. കുറച്ച് വെള്ളത്തിൽ പോയെങ്കിലും ഇറ്റ്സ് ഓക്കെ. മതി എനിക്ക് മതി. ഇനി വെള്ളം ഒഴിച്ചാൽ മതി. എല്ലാം ഇങ്ങ് എടുക്കുവാണോ? എന്തിനാ? അമ്മ കോഴിക്കട്ടയല്ല ഇങ്ങ് സെഗ്രിഗേറ്റ് ചെയ്ത് വെള്ളം മാറ്റി വെച്ചു. ഇനി വേണ്ടിയവർ ഇതേന്ന് കണ്ട് കോഴിക്കട്ട എടുക്കുക, വെള്ളം എടുക്കുക, തിന്നുക.
ചിലർ ഈ വെള്ളത്തിട്ട് ഞാൻ അങ്ങനെ കഴിക്കുന്നത്. ഞാൻ അതാ പറഞ്ഞത്, എനിക്കൊരു ബൗളിലിട്ട് തന്നാൽ മതി 2-3 കഷ്ണം ഈ വെള്ളവും കൂടെ. തരട്ടെ? ആ, അങ്ങനെ അമ്മ എനിക്ക് വിളമ്പുക. എനിക്കൊരു 4 പീസ് മതി. ആ മതി. ഇനി വെള്ളം ഒഴിച്ച വെള്ളം അതിലോട്ടങ്ങ് ഒഴിച്ചാൽ മതി. കൊഴുക്കട്ട വെള്ളം ചൂടല്ലേ? വെറുതെ എടുക്കട്ടെ. ഒഴിക്കാനോ? ഇതിനകത്തൊക്കെ ഒഴിക്കാനോ? ആ ഒഴിക്ക്. പിന്നെ മണ്ടക്കോട്ട് കലക്കി ഒഴി. മതി ഒത്തിരി. അടിപൊളി കൊഴക്കട്ട വെള്ളം ഈസ് റെഡി. ഒരു സ്പൂൺ ഇതാ, വലിയ സ്പൂൺ ഇതാ. അങ്ങനെ അമ്മ ഉണ്ടാക്കിയ കൊഴക്കട്ട ഞാൻ കഴിക്കാൻ പോവാ. ഉപ്പുണ്ടെന്ന് നോക്ക്. എനിക്കത് അത്ര എനിക്കുപ്പ് സ്വല്പം കുറവായിട്ട് തോന്നും. ഉണ്ടോ? കറക്റ്റ് ഉപ്പ ആണോ? ചൂടെ ചിപ്പുണ്ട്. നല്ല ടേസ്റ്റാ, ഉപ്പ. ഇങ്ങനത്തെയൊക്കെ ആഹാരങ്ങളാണ് എനിക്കിഷ്ടം. എനിക്കും ഇഷ്ടം, ഫ്രണ്ടും ഇങ്ങനത്തെ ഇഷ്ടം, എൻ്റെ അമ്മയ്ക്കും ഇങ്ങനത്തെ ഇഷ്ടം. ഞാനിങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് ഗൾഫിൽ, ശരിയാവാറുണ്ട്. അമ്മയുടെ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് ഉണ്ടാക്കും. അപ്പം ഉണ്ടോന്നേ ഉണ്ടാ നല്ല അടിപൊളി കൊഴുക്കട്ടയും വെള്ളം. സോ ഇന്ന് ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വ്ളോഗിൽ. രാവിലെ അമ്മ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിട്ട് നല്ല അടിപൊളി കൊഴുക്കട്ട ഉണ്ടാക്കി തന്നു. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് us and keep supporting. Thank you so much. Bye bye from Persian Malayali.